ഗൈസ്, നമുക്കിന്നൊരു ക്യൂട്ട് മിനി ബുക്ക് ഉണ്ടാക്കിയാലോ? പിന്നെ കൂടെ എൻ്റെ പുതിയ പശയൊക്കെ ഉണ്ടോ? അപ്പോൾ നമുക്ക് ഉണ്ടാക്കാം. ബുക്ക് എടുത്തിട്ടുണ്ട്. ബുക്കിൻ്റെ ലൈൻസ് ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഗ്രിഡ് ലൈൻസ്, ആ ബുക്കാണ്. പിന്നെ നമുക്ക് ഇത് വേണം. എന്താന്ന് അതിൻ്റെ പേരൊന്നും എനിക്കറിഞ്ഞൂടെ. അത് വേണം. പിന്നെ ഒരു സിസേഴ്സ്, ഞാനൊരു കൈക്കെടുത്താണ്. എന്തെങ്കിലും വേണമെങ്കിൽ നമുക്ക് പേജ് പറിക്കാം. ഇതെൻ്റെ റഫ് നോട്ടായിട്ട് ഞാൻ എടുത്തതായിരുന്നു. അപ്പോൾ ഞാൻ പുതിയ റഫ് നോട്ട് വാങ്ങി. അപ്പോൾ അതുകൊണ്ട് എനിക്കിത് വേണ്ട. ഒരു പേജും കാണുന്നില്ല, എല്ലാത്തിലും എൻ്റെ വനിയം വരഞ്ഞിട്ട്. 3 പേജ് എന്തായാലും കിട്ടി. തിങ്സ് 6 ഉണ്ട്. ഞാൻ തിരിച്ചെത്തി. ഞാൻ സ്ഥലത്ത് പോയത് സ്ഥലത്തൊന്നുമില്ല, താഴെ പോയി ഒന്നും വെറുതെ ഇതുപോലെ മടക്കിയിട്ട് ഇത് നടന്ന് നോക്കാം. ഇത്ര നമുക്ക് വേണം. എനിക്ക് ഇത്ര വേണ്ടിയിരിക്കും. ഇത്ര ഞാൻ കട്ട് ചെയ്ത്. ഗ്രിഡ് ലൈൻസ് ആകുമ്പോൾ ഭയങ്കര ഈസിയാണ്. ലൈൻ ഇറക്കേണ്ട ആവശ്യമില്ല. ഇത് നമുക്ക് വേണം കേട്ടോ. ഇത് അവിടെ വെക്കാം. ഇതുപോലെ ആക്കാം. 4 8 കട്ട് ചെയ്തെടുക്കാം. അതുപോലെ എല്ലാം ചെയ്തെടുക്കാം. ഇതിൽ 6 ഹോൾസ് ഇടാം. ഇടുന്നതാണ് ഒരുപാട്. വേണം നമ്മൾ എന്താ പറയാ, ഹോൾസ് ഇടാനായിട്ട്. ഐഡിയ പറയട്ടെ. 6 ഹോൾസിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാം മടക്കിയിട്ട് ഒരു സെമി സർക്കിളായിട്ട് വെട്ടിയെടുക്കാം. അപ്പോൾ എല്ലാ ഭാഗവും കിട്ടും. ഹാർഡായിട്ടായിരിക്കും ഉണ്ടാവുക കട്ട് ചെയ്യുമ്പോൾ. പെർഫെക്റ്റ് സർക്കിൾ ഒന്നും കിട്ടില്ല. അതിനുവേണ്ടി നിങ്ങൾ ഓരോന്നോരോന്നായിട്ട് സർക്കിളൊക്കെ വരച്ച് കട്ട് ചെയ്തിട്ട്. ഞാനിപ്പോൾ ചെറുതായിട്ടൊരു പോക്കറ്റ് നോട്ട് ബുക്ക് 6 ഹോൾസ് വരക്കാൻ പറ്റി. 6 അല്ല 4 എണ്ണം. ഹൈറ്റ് വരക്കാൻ പ്ലെയേഴ്സ് എടുത്തിട്ട് ബ്ലൂ പ്ലെയർ. ഒരു പേജ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് നിലത്ത് വീണു. പിന്നെ നോക്കാൻ പറ്റില്ല, കാരണം അതിൻ്റെ എണ്ണം കുറഞ്ഞിട്ട് ഹോളിനെല്ലാം വ്യത്യാസം ഉണ്ടാവുള്ളൂ. കുറക്കുന്നുള്ളൂ, ഒറ്റൊന്ന് ഇപ്പം കുറക്കുന്നുള്ളൂ. നമുക്ക് നോക്കാം. പൊട്ടി. ഞാൻ ഒന്നും കൂടി കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തു. എല്ലാം ടൈറ്റ് ചെയ്യാം. നമ്മുടെ പോക്കറ്റ് മിനി നോട്ട്ബുക്ക് റെഡിയായി. അപ്പം നമുക്ക് ഇനി ഒരു ഫ്രണ്ട് പേജും കൂടി റെഡിയാക്കട്ടെ. മിനി പോക്കറ്റ് ബുക്ക് റെഡി. എൻ്റെ ഫോട്ടോ കട്ട്. ബുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് സബ്സ്ക്രൈബ് മറക്കരുത്.